എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ഹെയർ ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാന്താക്ലോസിൻ്റെ ഇതുപോലുള്ളൊരു മുഖം ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ഫോൺ ഇതുപോലെ വെച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ വരച്ചെടുക്കാം കേട്ടോ. ഔട്ട്ലൈന് ഇപ്പം നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ഔട്ട്ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഉണ്ടല്ലോ ഈ ഒരു ഭാഗവും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ഫെൽറ്റ് പേപ്പറാണ് കേട്ടോ. ഇതേപോലെ വൈറ്റും ആവശ്യമാണ്. ഇത് നമുക്ക് നമ്മുടെ ബട്ടൺ ഹൗസുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ഭാഗമാണ് നമുക്ക് റെഡായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ ഇതുപോലെ വെച്ചിട്ട് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ വൈറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണെങ്കിൽ നമുക്ക് അത് തന്നെ മതിയായിരുന്നു. എൻ്റെ കട്ടി കുറവായ കാരണം ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു ഷീറ്റിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഷേപ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ വൈറ്റ് ഫെൽറ്റ് പേപ്പർ നമ്മൾ വെട്ടിയെടുത്തിട്ടില്ലേ, അത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്ത അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാക്കി പീസുകളെല്ലാം ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മുടെ സാന്താൻ്റെ ഫേസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു കളർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഫെൽറ്റ് പേപ്പറിൽ യെല്ലോ ഫാബ്രിക് പെയിൻ്റ് ഉണ്ടല്ലോ, അത് തേച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി റെഡ് പീസില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, താഴ്ഭാഗം മാത്രം. എന്നിട്ട് നമ്മുടെ വൈറ്റ് പീസ് ഉണ്ടല്ലോ, ഇത് ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഫേസിൻ്റെ ആ ഒരു പീസാണ് വെക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ ഈ വൈറ്റ് പീസിനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും തന്നെ നമുക്ക് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളുടെ ക്യാപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചെറിയ പീസ് കൂടെ ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സാന്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണുകൾ വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മാർക്കറാണ് എടുത്തിട്ടുള്ളത്. മാർക്കർ കൊണ്ട് നമുക്ക് ഇതുപോലെ 2 കുത്തിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ണായിട്ട്
ഇനി വായയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡ് സ്കെച്ച് പെന്നാണ് എടുത്തിട്ടുള്ളത്. ഈ സ്കെച്ച് പെന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ വായ വരച്ചു കൊടുക്കാം. ഇപ്പോൾ സാൻഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു പ്ലെയിൻ ഹെയർ ബോ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ റെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്, കാരണം എൻ്റെ റിബൺ ഇവിടെ നൈസാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഹെയർ ബോ വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിൻ്റെ റിബൺ വാങ്ങിക്കുക കേട്ടോ, എന്നിട്ട് ചുറ്റുക, അപ്പോഴേ റെഡ് കളറ് വരുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ റെഡ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ റെഡ് തന്നെ ഹെയർ ബോ എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ ബോൻ്റെ അകത്തായിട്ട് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റിബൺ വയ്ക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ നന്നായി ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഹെയർ ബോയ്ക്ക് മാച്ച് ചെയ്യുന്ന റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട്. കാണാത്തവർ അതുകൂടെ പോയിന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ പകുതി ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല ഫിനിഷിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ചുറ്റിയെടുക്കുക. എന്നിട്ട് അധികമായിട്ട് വരുന്ന റിബൺ കട്ട് ചെയ്തും കളയുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ഒന്നും കൂടി സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂചി നൂലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് അകവശം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ തുന്നി കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അധികമായിട്ട് നിൽക്കുന്ന റിബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇപ്പം നമ്മളുടെ ഹെയർ ബോ ഇവിടെ റെഡിയായി. ഇനി നിങ്ങൾക്ക് എവിടെയാണോ സാൻഡേനെ വെക്കാൻ ഇഷ്ടം വെച്ചാൽ അവിടെ നമുക്ക് ഗ്ലൂ തേച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൈഡിലാണ് വെക്കുന്നത്, സൈഡിൽ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ സാൻഡേനെ ഇവിടെ ഒട്ടിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിട്ടിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്